കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ പച്ചക്കറിത്തോട്ടം കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറിത്തോട്ടം കണ്ടാലോ? വായോ. പച്ചക്കറിത്തോട്ടം എന്ന് പറയുമ്പോൾ അല്ലേ വലിയൊരു പച്ചക്കറിത്തോട്ടമൊക്കെ ആയിരിക്കും എല്ലാവരും ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ. ചെറിയൊരു പച്ചക്കറിത്തോട്ടമാണ്. അപ്പം കുറേ നട്ടിട്ടുണ്ട്, ഇനി നടാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാവേ. ഇത് ചീരയാണ് കേട്ടോ, പച്ച ചീരയാണ് നട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താണ് ഈ വെള്ള കളറിൽ കിടക്കുന്നതെന്നല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് വളമാണ് കേട്ടോ. ഇത് സവോളയുടെ തൊലിയും മുട്ടത്തോടും കൂടെ ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. നല്ലൊരു വളമാണ് കേട്ടോ. നല്ല തഴച്ച് വളരാനായിട്ടും നല്ല ഉത്തമമായ ഒരു വളമാണ്. പിന്നെ ഈ ഇലകൾക്കെല്ലാം കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഇതുണ്ടോ, ഈ ഇലകളെല്ലാം പുഴു കടിച്ച് ഇങ്ങനെ ആകുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സാനിറ്റൈസർ ലൈനി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇല നമുക്ക് ഉണ്ടാവും. കണ്ടോ, പുതിയ ഇലയൊക്കെ ആവുമ്പോഴേക്കും കണ്ടോ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇത് മല്ലിയിലയാണ് കേട്ടോ. ഇത് ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മല്ലി തന്നെയാണ്, പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് നട്ടേക്കുന്നതാണ്. ഇതിനും ആ വളം തന്നെയാണ്, എല്ലാത്തിനും ആ വളം തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ചിലത് പിടിക്കും, ചിലത് പിടിക്കാറില്ലായിരുന്നു ഇങ്ങനെ ഞാൻ വെച്ചിട്ട്. ഈ പ്രാവശ്യം വെച്ചപ്പോൾ പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല ഇലയൊക്കെ ദേ വരുന്നുണ്ട് മല്ലിക്ക്. ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി നട്ടിട്ട് ഏകദേശം 1 മാസം ആകുന്നുണ്ട്. ഇത് കറിവേപ്പിലയാണ് കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ നല്ല വലിയ ഇലയായിട്ട് കണ്ടോ തളച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാകാനായിട്ട് പഴങ്കഞ്ഞിവെള്ളം ഒരാഴ്ചയിൽ 3 ദിവസം നേർത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരിതാണ് കറിവേപ്പില. പച്ചമുളകാണ്. ഇതിന് സവോളയുടെ തോല് ഇട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ ഇതുണ്ട്, നല്ല വലിപ്പമുള്ള പച്ചമുളക് ഉണ്ടാകും. ഞാൻ ഇതിലുണ്ടായ പച്ചമുളക് പറിച്ചില്ല കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ആദ്യം ഉണ്ടാകുന്ന പച്ചമുളക് അത് ഉണക്കി അടുത്ത വിത്തായിട്ട് ഇടാനായിട്ട് നിർത്തിയേക്കുമായിരുന്നു. നിത്യവഴുതനയാണ് കേട്ടോ. ഇത് നട്ടിട്ട് ഏകദേശം 3-4 ആഴ്ച ആയതേ ഉള്ളൂ. കായൊന്നും ആയിട്ടില്ല. ഇതുണ്ടാവുകയാണെങ്കിൽ സ്ഥിരം എന്നും തന്നെ നമുക്ക് കറി വെക്കാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ് നിത്യവഴുതന. പൂവിടാറായിട്ടില്ല കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് തണ്ണിമത്തനാണ് കേട്ടോ. തണ്ണിമത്തൻ നട്ടതേ ഉള്ളൂ. സാധാരണ ഡിസംബർ തൊട്ടാണ് ഇത് നടാറുള്ളത്, നവംബർ തൊട്ടാണ് ഇത് നടാറുള്ളത്. ഞാനിപ്പോഴാണ് നട്ടത്. ഇതിൻ്റെ അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഇവിടെ നട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ കായ ഉണ്ടായതാണ്. അപ്പം ഞാൻ നട്ടിട്ടുണ്ട്. ഇതിന് നല്ല ഉണക്കച്ചാണകമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്ന് കായ ഉണ്ടാകും. അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക്കൊക്കെ വെച്ചാണ് ഞാനിത് നട്ടേക്കുന്നത്. കാരണം കളയൊന്നും പിടിക്കാതിരിക്കുക. കള പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളം മൊത്തം കള കൊണ്ടുപോകും. അപ്പോൾ ഇത് ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ പച്ചക്കറിത്തോട്ടം. ഇനി ഒരുപാട് വിത്തുകൾ നടാനുണ്ട് കേട്ടോ. ഇതിനകത്ത് പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്, ഉണക്കമുളക് ഇട്ടേക്കുന്നതാണ്, അത് ആയിട്ടില്ല. പിന്നെ മഞ്ഞൾ നട്ടിട്ടുണ്ട് കേട്ടോ, പച്ച മഞ്ഞൾ. അത് മുളച്ച് പൊട്ടി വരുന്നേ ഉള്ളൂ. അത് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് മണ്ണെല്ലാം മാറിപ്പോയിട്ടുണ്ട്. അതിനിയൊന്ന് ശരിയാക്കണം. ഒക്കെയാണ് ഇതെല്ലാ വർഷം ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഈ വർഷം വെട്ടിക്കളഞ്ഞു. അപ്പം വീണ്ടും അത് എൻ്റെ കിളിർത്ത് വന്നു. അപ്പോൾ അത് എൻ്റെ വള്ളിക്ക് കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. കായൊന്നും ആയിട്ടില്ല കേട്ടോ.
പ്ലാവിലെ ചക്കകൾ ഈ കിടക്കുന്നത് പറിക്കാറായിട്ടുണ്ട് ഒരെണ്ണം. ഇതാണ് എൻ്റെ പച്ചക്കറി തോട്ടം. അപ്പം പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറിയൊക്കെ ചെയ്ത് അതിൻ്റെ കായൊക്കെ പറിക്കുക എന്ന് പറയുന്നത്, അല്ലേ, കറിയൊക്കെ വെച്ച് കഴിക്കുന്നതെന്നൊക്കെ പറയുമ്പം. അപ്പോൾ എല്ലാവരും തന്നെ ചെറുതായിട്ടൊക്കെ പച്ചക്കറിയൊക്കെ വിത്തുകളൊക്കെ ഇട്ട് ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ പച്ചക്കറി തോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.